കേരള പോലീസിന് കൃത്യമായ ലക്ഷ്യബോധവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാത്ത പ്രവർത്തന സ്വാതന്ത്ര്യവും ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാവുകയാണ് എറണാകുളം റൂറൽ ജില്ല. മയക്കുമരുന്ന് മാഫിയയുടെ പേടിസ്വപ്നമായി മാറിയ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ IPSന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ലഹരിവിരുദ്ധ പോരാട്ടം പുതിയ ചരിത്രമെഴുതുകയാണ്. ലഹരിയുടെ വേരറുക്കാൻ സുദർശൻ IPSും സംഘവും നടത്തുന്ന നീക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ മയക്കുമരുന്ന് മാഫിയയെ വിറപ്പിക്കുകയാണ്. ഈ വർഷം ഇതുവരെ മാത്രം 475 കേസുകളാണ് റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. ലഹരി കടത്തും വിപണനവുമായി ബന്ധപ്പെട്ട 588 പേരെ പോലീസ് അഴികൾക്കുള്ളിലാക്കി. ഇതിൽ 13 കേസുകൾ വൻതോതിലുള്ള ലഹരി കടത്തുമായി ബന്ധപ്പെട്ടവയാണെന്നത് പോലീസിന്റെ ജാഗ്രത വ്യക്തമാക്കുന്നു. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഹെറോയിൻ വേട്ടയ്ക്കാണ് കഴിഞ്ഞ ദിവസം അങ്കമാലി സാക്ഷ്യം വഹിച്ചത്. 3 അസം സ്വദേശികളിൽ നിന്നായി ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന 609 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. ബർമയിൽ നിന്ന് നേരിട്ടെത്തിച്ച ഈ ലഹരിമരുന്ന് കാറിൽ കടത്താനായിരുന്നു സംഘത്തിന്റെ നീക്കം. ഇതുകൂടാതെ അങ്കമാലിയിൽ തന്നെ 550 ഗ്രാം MDMA പിടികൂടിയത് ഈ വർഷത്തെ ഏറ്റവും വലിയ രാസലഹരി വേട്ടയായി മാറി. ബംഗളൂരുവിൽ നിന്നും ഫ്ലാസ്കിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഇതെത്തിച്ചത്. ആഡംബര കാറിന്റെ പിൻസീറ്റിൽ പ്രത്യേക അറകൾ ഉണ്ടാക്കി കടത്താൻ ശ്രമിച്ച 62 കിലോ കഞ്ചാവാണ് അങ്കമാലിയിൽ വെച്ച് പിടികൂടിയത്. വാഴക്കുളം, മാറമ്പിള്ളി, പുത്തൻകുരിശ്, കാലടി തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ചു നടന്ന വൻ കഞ്ചാവ് വിപണന ശൃംഖലകളും സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം തകർത്തെറിഞ്ഞു. ഏകദേശം 340 കിലോ കഞ്ചാവാണ് ഈ വർഷം ഇതുവരെ പിടിച്ചെടുത്തത്. മയക്കുമരുന്ന് മാഫിയയ്ക്ക് പുറമെ അവയവ മാഫിയയ്ക്കെതിരെയും കർശന നിലപാടാണ് ജില്ലാ പോലീസ് സ്വീകരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിശ്ചയദാർഢ്യം താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മാറാത്തത് മാറും എന്ന ഉറച്ച വിശ്വാസത്തോടെ ആലുവ ആസ്ഥാനമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കേരള പോലീസിന് തന്നെ അഭിമാനമാണ്. മയക്കുമരുന്ന് വേട്ടയിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും ഈ മാഫിയയുടെ കണ്ണികളെ പൂർണ്ണമായും പിഴുതെറിയുമെന്നും ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ വ്യക്തമാക്കി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നീതി നടപ്പിലാക്കുന്ന ഈ ഉദ്യോഗസ്ഥന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കയ്യടികൾ ഉയരുകയാണ്. ലഹരി വിമുക്തമായ ഒരു സമൂഹത്തിനായി റൂറൽ പോലീസ് നടത്തുന്ന ഈ പോരാട്ടം ഇനിയും തുടരുമെന്നുറപ്പ്.